Don't despise anything we don't know, to avoid self-reproach when we come to know it. നമുക്ക് അറിയാത്ത ഒന്നിനെയും നിന്ദിക്കരുത്, അറിയുമ്പോൾ ആത്മനിന്ദ ഉണ്ടാകാതിരിക്കണമെങ്കിൽ. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അവനവന്റെ വിശ്വാസങ്ങളുമായി മുൻപോട്ട് പോകുന്നവരാണ് മുഴുവൻ പേരും. വിശ്വാസങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ബിൽഡ് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും മനസ്സിന്റെ ഉള്ളിലൂടെ വിശ്വാസങ്ങളാണ് നമ്മളെ ഇഴയിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ജ്ഞാനമണ്ഡലത്തിന്റെ മൂന്നാമത്തെ തലമാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളതിനു മുമ്പ് ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചത്, ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് മനോതലങ്ങൾക്കിടയിലുള്ള വിനിമയ സംവിധാനമാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ തമ്മിൽ രണ്ട് മനോതലങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് ബോധതലങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് വ്യവസ്ഥാതലങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധമുണ്ടല്ലോ. ആ പരസ്പര ബന്ധത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ കൈമാറ്റങ്ങൾ അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്, ഇതിന് മുമ്പുണ്ടായ അനുഭവങ്ങളെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ് ഈ സ്മൃതികളായിട്ട് മാറുന്നത്. സ്മൃതികളെല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു സമഗ്ര ബോധ്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ മനോചിത്രം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസങ്ങൾ ആണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നത്, രൂപീകരിക്കുന്നത്. അപ്പോ നമ്മുടെ വിശ്വാസ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ മുൻ അനുഭവങ്ങളുടെ ആകത്തുകയിൽ നിന്നും ഉണ്ടായതാണ്. അല്ലാതെ അത് ഒരു ജന്മത്വത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതെന്നല്ല. അപ്പൊ ജീവിതത്തിന് ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നതായതുകൊണ്ട് അനുഭവങ്ങൾ എങ്ങനെയായിരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഈ വിശ്വാസം എന്നുള്ളത് ഉണ്ടാവുക. അപ്പോ നമ്മൾ ഒരു കാര്യത്തെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എന്താണോ ബോധ്യമാകുന്നത് അതാണ് നമ്മുടെ ശരി. മറ്റൊരാൾ മറ്റൊരു ജീവിതത്തിലൂടെ മറ്റൊരു അനുഭവത്തിലൂടെ കടന്നു വന്ന് മറ്റൊരു വിശ്വാസം പേറുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നതായിരിക്കില്ല അയാൾ വിശ്വസിക്കുന്നത്. ഈ രണ്ട് വിശ്വാസങ്ങളും ഒരേ ഇടത്ത് വെച്ച് മേളിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അഭിമുഖമാകേണ്ടി വരുന്ന സമയത്ത് അത് തെറ്റാണ് എന്നുള്ള അല്ലെങ്കിൽ തന്റെ വിശ്വാസമല്ല ആ വിശ്വാസത്തിലുള്ളത് എന്ന നിരൂപണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. സ്വാഭാവികമാണത്. അപ്പോ എന്റെ വിശ്വാസത്തിലൂടെ വന്നതല്ലാത്ത ഒന്നപ്പുറത്ത് കാണുമ്പോൾ അത് ശരിയല്ല എന്നും അത് ഇകഴ്ത്തപ്പെടേണ്ടതാണെന്നും ഉള്ള ഒരു ധാരണ കൂടെ പല മനുഷ്യരിലുമുണ്ട്. അങ്ങനെയുമുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് പകരം അതാണല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മളത് അംഗീകരിക്കാൻ നമുക്ക് തോന്നാറില്ല. ഈ ഈശ്വരൻ എന്നുള്ള ഒരു സങ്കല്പത്തെ കുറിച്ച് തന്നെ, ഈശ്വരനെ വിശ്വാസികളായിട്ടാണ് മിക്കവാറും പേരും മതജീവിതത്തിൽ ഉണ്ടാകുന്നത്. വളരെ ചുരുങ്ങിയ ചില കുടുംബങ്ങളിൽ പിറന്നു വീണ കുട്ടികൾക്ക് മാത്രമേ ഈശ്വരനില്ല എന്ന വിശ്വാസം പൂർണ്ണമായിട്ടും രൂഢമൂലമാകുന്നത്. ഈശ്വരൻ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് ഭൂരിഭാഗം പേർക്കുമുള്ളത്. ഈശ്വരനില്ല എന്നുള്ള വിശ്വാസം വളരെ ചുരുക്കം ആളുകൾക്കുണ്ട്. അപ്പോ ഈശ്വരൻ ഉണ്ടെന്നോ ഇല്ലെന്നോ അറിയാത്തൊരവസ്ഥയിൽ അതെന്തെന്ന് അന്വേഷിച്ചു വളർന്ന ഒരു ബാല്യം എനിക്കുണ്ട്. ഒടുവിൽ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ എന്റെ ചുറ്റുപാടുമുള്ളവർക്ക് കഴിയാതായപ്പോ ഞാൻ പൂർണ്ണമായിട്ടും ഒരു ഈശ്വര അവിശ്വാസിയായിട്ട് മാറി. ഈശ്വരനെ വിശ്വസിക്കാത്ത ഒരു വിശ്വാസിയായിട്ട് ഞാൻ മാറി. ആ വിശ്വാസങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് എന്റെ മുന്നിൽ വന്ന ഈശ്വര സങ്കല്പങ്ങളെയും അതിന്റെ വിശ്വാസങ്ങളെയും എല്ലാം ഞാൻ തച്ചുടയ്ക്കുന്നതിൽ, അവയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിൽ, നിന്ദിക്കുന്നതിൽ എനിക്ക് ഒരു വിഷമവും തോന്നിയിരുന്നില്ല. കാരണം അവർ ബുദ്ധിയില്ലാത്തവരാണെന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താപഥ്യത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മാർക്സിസ്റ്റുകാരും യുക്തിവാദികളും ഒക്കെ നിറഞ്ഞ എന്റെ കുടുംബാന്തരീക്ഷത്തില്
അങ്ങനെ നിൽക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല, അതിൽ അപാകങ്ങളൊന്നും തോന്നിയില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ ഇതേ കാഴ്ച, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാഴ്ചയെ തന്നെ തിരുത്തി വെക്കേണ്ടി വന്നു. ഞാൻ നിലപാട് സുഖമായിട്ട് മാറ്റി. പക്ഷെ എനിക്ക് ആത്മനിന്ദ ഉണ്ടാവുകയും ചെയ്തു. ആത്മനിന്ദ എന്ന് വെച്ചാൽ ഞാൻ ഇവരെയൊക്കെ ഇങ്ങനെയാണല്ലോ നിഷേധിച്ചത്, ഈ കണ്ടെത്തിയ സത്യങ്ങളെ ഞാൻ അങ്ങനെയാണല്ലോ നിഷേധിച്ചത് എന്ന നിന്ദ ഉണ്ടായി. ആ മറ്റേ തുടക്കത്തിലെ ചുരുങ്ങിയ കാലത്തെ അത് ഉണ്ടായിട്ടുള്ളൂ എന്ന് മാത്രം. അപ്പോ നമ്മള് ഏതെങ്കിലും കാര്യത്തെ നിന്ദിക്കും, ഏതെങ്കിലും കാര്യത്തിൽ നിന്ദിക്കുന്ന സമയത്ത് നമ്മൾ അറിയില്ല നാളെ ഒരു പക്ഷെ അത് സ്വീകരിക്കേണ്ടി വരും എന്നുള്ളത്. ഇതിനു മുമ്പ് നമ്മളൊരു പോസ്റ്ററിൽ, കുറെ മുമ്പുള്ള ഒരു പോസ്റ്ററിലുണ്ട്, നിങ്ങൾ ഒരു ആദർശത്തിലൂടെ മുഴുകി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പ്രകൃതി നിങ്ങൾക്ക് ഒരു കാര്യം തരും. നിങ്ങൾ ആദർശത്തിലൊന്നും മുഴുകാതെ നിങ്ങളുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് അങ്ങനെ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആദർശത്തിൽ മുഴുകി ആദർശം കൊണ്ട് ബലം പിടിച്ചിട്ട് നിങ്ങൾ ആ ഒരു വിശ്വാസവുമായിട്ട് മുൻപോട്ട് പോയാൽ അതല്ല ശരി, മറ്റൊന്നാണ് ശരി എന്ന് കാണിക്കാൻ പ്രകൃതി നിങ്ങൾക്ക് വൃത്തിയായിട്ട് അനുഭവങ്ങൾ തരും. എന്നിട്ട് അവസാനം അതിനകത്തോടെ നിങ്ങൾ നടത്തുകയും ചെയ്യും. നിങ്ങൾ കടുംപിടുത്തത്തിലൂടെയാണ് ഒരു ആശയത്തിൽ നിൽക്കുന്നതെങ്കിൽ ഉറപ്പാണ് പ്രകൃതി അത് തന്നിരിക്കും. അപ്പൊ ഇത് നേരത്തെ നമ്മുടെ ഒരു പഴയൊരു സന്ദേശത്തിലുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യത്തെ നിന്ദിക്കാൻ, നിങ്ങളുടെ ഒരു വിശ്വാസത്തെ നിന്ദിക്കാനായിട്ട്, നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ഒരു വിശ്വാസത്തെ നിന്ദിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന സ്വാഭാവികമായിട്ടും അത് തെറ്റാണെന്ന് അറിയിക്കുന്ന അറിയിപ്പ് പിറകെ വരും. ഉടനെ ഉണ്ടാവില്ല, കുറെ കാലം കഴിയുമ്പോൾ വരും. ആ അറിവിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ആത്മനിന്ദ ഉണ്ടാവും. ഇത് ആർക്കാണ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാവണം കേട്ടോ. ഇപ്പോ ഈശ്വര നിഷേധം ഉള്ള ചില ആളുകൾ മരിക്കുമ്പോഴും അതേ രീതിയിൽ തന്നെ പോകുന്നവരുണ്ട്. ഇവർക്ക് ഇതിന്റെ മുന്നിലേക്ക് അവരുടെ സ്വാഭാവികമായിട്ടുള്ള രീതിയിലുള്ള അനുഭവങ്ങൾ പ്രകൃതി കൊടുക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? കൊടുക്കുക തന്നെ ചെയ്യും. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അവർക്ക് ഇത് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവില്ല. ഈശ്വരാനുഭവം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവില്ല, പ്രത്യേകിച്ചും യുക്തിവാദികൾക്ക്. ആ യൗക്തിക മനോഘടന ഉള്ളവർക്ക് ആ യൗക്തിക മനോഘടനയ്ക്ക് കാരണമാകുന്ന മസ്തിഷ്ക ഘടനയും നെർവസ് സിസ്റ്റത്തിന്റെ ഘടനയും സിനാപ്സുകളുടെ ഘടനയും എന്ന് വെച്ചാൽ അതിന് പശിമ എന്നുള്ള സംഭവം തീരെ ഉണ്ടാവില്ല. ന്യൂറോണുകൾക്കിടയിലുള്ള പ്ലാസ്റ്റിസിറ്റിയിൽ പശിമ തീരെ ഉണ്ടാവില്ല. ഈ ഒരു അവസ്ഥയിലുള്ളവർക്ക് സ്വാഭാവികമായി ഈ ന്യൂറോണുകൾ തമ്മിൽ മറ്റു കൂട്ടിയിടിച്ച് സന്ദേശങ്ങൾ കൈമാറിപ്പോകുന്ന ആ ഒരു ചിന്താപദ്ധതി ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു സംവേദനം നടക്കണമല്ലോ. ഈ സംവേദനം നടക്കാതെയാകുന്ന സമയത്ത് സ്വാഭാവികമായും അവർക്ക് ഇത് മനസ്സിലാവില്ല. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മനസ്സിലാവില്ല, ഈശ്വരീയത്തെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മനസ്സിലാവില്ല. അപ്പൊ ഈ വായിച്ചു കിട്ടിയതിൽ നിന്നും മാത്രമുള്ള അറിവ് വെച്ചിട്ടായിരിക്കും ഇവരതിനെ കാണുന്നത്. അത് അവരുടെ വിശ്വാസമായിട്ട് മാറും, അത് അവരുടെ വിശ്വാസമായിട്ട് നിലനിൽക്കും. കാരണം വായിച്ചു കിട്ടിയതാണ്, അല്ലാതെ ഇവർക്ക് അനുഭവം ഉണ്ടാവില്ല. അനുഭവം ഉണ്ടാവുമ്പോഴാണല്ലോ ആ അനുഭവം വിശ്വാസമാകുന്നത്. ഇവിടെ വായനയാണ് വിശ്വാസമാകുന്നത്. വായന വിശ്വാസമായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ജീവിതകാലം മുഴുവൻ അതുമായിട്ട് മുൻപോട്ട് പോവുകയേ നിവൃത്തിയുള്ളൂ, അല്ലാതെ അത് മറ്റൊരു തിരിച്ചറിവ് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു നിന്ദയും ഉണ്ടാവില്ല. കാരണം അവർ ഈശ്വരനിന്ദ ചെയ്യുന്നല്ലാതെ ആത്മനിന്ദ ഉണ്ടാവില്ല. കാരണം അവർ കണ്ടതെല്ലാം ശരിയാണ്, അവരുടെ ശരിയാണ്. ഈ ഒരു ബോധ്യമുള്ള ആളുകൾക്ക്, അതായത് സത്യാന്വേഷികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉണ്ടാകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അവർ ഒന്നിലൂടെ പോകുന്നു, അതിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ, ഒരാൾ ഒന്നിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിനകത്ത് സേഫാണ്. ഉള്ളിലേക്ക് പോയി അതിന്റെ മറുതീരം കാണാനായിട്ട് യാത്ര ചെയ്ത മറുകര കാണുമ്പോൾ അതിന്റെ അതിരും കഴിഞ്ഞപ്പുറത്തേക്ക് പോകും. അപ്പൊ ഇതല്ല മറ്റൊന്നാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരും, ഇതി എന്ന അവസ്ഥയിലേക്ക് പോകും. അതിലൂടെ നമ്മൾ പോയി അതിന്റെ അകത്തേക്ക് പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് നിന്നു. അകത്തേക്ക് നിൽക്കുന്നത് ഒഴിവാക്കിയിട്ട് പിന്നെയും യാത്ര ചെയ്ത അതും കഴിയും. ആ തീരവും തീർന്ന് അടുത്ത ഘട്ടത്തിലേക്ക് തീരും. അപ്പൊ ഇതി ഒരു 4-5 ഇതികൾ കൃത്യമായിട്ട് കഴിഞ്ഞ അനുഭവമുള്ള ഒരാളെ സംബന്ധിച്ചോളം മനസ്സിലാകും ഇതി മാത്രമാണ് സത്യം, ഇതുമല്ല അതുമല്ല എന്നതാണ് സത്യം എന്നുള്ളത്. അപ്പോ ഈശ്വരൻ ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ലാത്ത, നമ്മുടെ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈശ്വരൻ ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ല, ഈശ്വരീയം എന്നുള്ളൊരു അവസ്ഥയാണുള്ളത്. ഈശ്വരനില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈശ്വരനെ വിശ്വസിക്കുന്നവർക്ക് ഈശ്വരനുണ്ട് എന്ന് പറയേണ്ടി വരും. നമുക്കതിനെ ഈശ്വരീയം എന്നുള്ള അവസ്ഥയിൽ മനസ്സിലാക്കാം. ഈശ്വരീയം എന്നുള്ള അവസ്ഥ ഇവിടെ പ്രാബല്യത്തിലുണ്ട്. അതും എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയില്ല. ആനുഭൂതികമായിട്ട് അത് അനുഭവിക്കാൻ ചില കൂട്ടം ആളുകൾക്ക് കഴിയുള്ളൂ. മറ്റുള്ളവർക്ക് ബുദ്ധി കൊണ്ടാണ് അതിനെ കണ്ടറിയാൻ കഴിയുക. ബുദ്ധി ഉള്ള ചിലർക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും, ബാക്കിയുള്ളവർക്ക് അതും കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സവിശേഷമായ പ്രതിഭാസത്തെ, ഈശ്വരന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ, മറ്റെന്തും ഏത് തരം വിശ്വാസവും, ഇപ്പോ ജ്യോതിഷത്തിന്റെ മുകളിലുള്ള വ്യത്യാസം,
ഈ കഷ്ടകാലത്തെ കുറിച്ചുള്ള വിശ്വാസം. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം തന്നെ നമ്മൾ നിഷേധിക്കുമ്പോൾ കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് അതുകൊണ്ടുള്ള തിരിച്ചടികൾ ഉണ്ടാവുന്നത് കാണാൻ കഴിയും. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒന്നാണ് ഔഷധങ്ങളെല്ലാം മുകളിലുള്ള വിശ്വാസം. അതിനെ തകർത്ത് പൊളിച്ചടുക്കിയിട്ടാണ് ഞാൻ ഒരുപാട് കാലം ജീവിച്ചത്. അവസാനം എന്റെ ജീവിതത്തില്, എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തില്, അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ജീവിതത്തില് ഇതേ ഔഷധത്തെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും എനിക്കറിയാം ഔഷധം ശരിയല്ല, ഔഷധം തെറ്റായിട്ടുള്ള സങ്കല്പമാണ് എന്നുള്ളതൊക്കെ. പക്ഷെ ഒരു ഉപകരണം എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ ചെന്നു ഇതി എന്ന അവസ്ഥ അവിടെ വരും. അപ്പോ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾ കൈ നിറയെ മോതിരപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, ഒരാള് ഒരു കുറി തൊട്ട് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാള് ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പോ രാസവളം ഇട്ട് മാത്രമേ കൃഷി ചെയ്യാവൂ എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ, ഇതൊക്കെ തെറ്റാണെന്ന് നമുക്ക് തോന്നിയാൽ അതിനെ നിന്ദിക്കാൻ നിൽക്കരുത്. ഇതല്ലല്ലോ എന്ന് നമുക്ക് തോന്നി, അതും അയാൾക്ക് മനസ്സിലാവും. ഒരു കാലം വരും, അന്ന് അയാൾക്ക് മനസ്സിലാവും എന്ന് കരുതി മിണ്ടാതിരിക്കുക. അതല്ലെങ്കിലോ നമ്മളിപ്പോൾ അതിനെ നിഷേധിക്കാൻ പോയാൽ നാളെ നമ്മൾ പറഞ്ഞത് തെറ്റാണ് എന്ന സത്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ നമുക്ക് ആത്മനിന്ദ ഉണ്ടാവും. എനിക്ക് അബദ്ധം പറ്റിയല്ലോ എന്നുള്ള തോന്നലുണ്ടാവും. അത് പറ്റാതിരിക്കണമെങ്കിൽ, വാക്ക് മാറ്റി പറയാതിരിക്കണമെങ്കിൽ, ഞാൻ എന്റെ മുന്നിലെത്തുന്ന യാഥാർത്ഥ്യം, ഞാൻ വിശ്വസിക്കുന്നതിനും വിപരീതമായിട്ടുള്ള ആ യാഥാർത്ഥ്യത്തെയും അങ്ങനെയും ഉണ്ടാകാം എന്ന പക്ഷത്തു നിന്ന് അതിനെ സ്വീകരിക്കുക, അതിനെ അംഗീകരിക്കുക. അത് മാത്രമാണ് വഴി. അപ്പോൾ ആത്മനിന്ദയില്ലാതെ യാഥാർത്ഥ്യത്തിന്റെ വഴിയിലൂടെ, യാഥാർത്ഥ്യത്തിന്റെ ദിശയിലൂടെ നമുക്ക് പോയി കണ്ടറിഞ്ഞ് നിൽക്കാൻ കഴിയും. അതിനുള്ള തുറവിയും തിരിച്ചറിവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.